ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ മോറോ ആർക്കിൻ്റെ പാർട്ട് 8 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് പോകാം. ഗോക്കുവും മോറോവും തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഗോക്കു ഇപ്പോൾ അൾട്രാ ഇൻസ്റ്റിക്റ്റ് ഫോമിലായതുകൊണ്ട് മോറോയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. മോറോ മാജിക് പവർ യൂസ് ചെയ്യുമെങ്കിലും അതൊന്നും ഗോക്കുവിനെ ബാധിക്കുകയില്ല. അങ്ങനെ മോറോ വേറെ വഴിയില്ലാതെ തൻ്റെ ഫൈനലായി ഫുൾ പവറും പുറത്തെടുക്കുന്നു. ഇപ്പോഴാണ് മോറോ മുഴുവൻ പവറും പുറത്തു കൊണ്ടുവരുന്നത്. ഇതുവരെ അബ്സോർബ് ചെയ്ത എല്ലാ പ്ലാനറ്റിന്റെ ലൈഫ് എനർജി സെയിം ടൈമിൽ പുറത്തെടുക്കും. അങ്ങനെ മോറോയും തിരിച്ചു ഗോക്കുവിനെതിരെ ഫൈറ്റ് ചെയ്യും. ഇങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോഴേക്കും ഗോക്കു ബേസ് ഫോമിലേക്ക് പോകും. ഗോക്കുവിന് കുറേ സമയം അൾട്രാ ഇൻസ്റ്റിക്റ്റ് ഫോം യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഫൈറ്റൊക്കെ നമ്മുടെ വിസ്സും മീറസും കാണുന്നുണ്ടാകും. വിസ് മീറസിനോട് ചോദിക്കും, ഗോക്കു അൾട്രാ ഇൻസ്റ്റിക്റ്റ് മാസ്റ്റേർഡ് ചെയ്തില്ലേ? ഗോക്കുവിന് അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ സെയിൻ ഫോമിൽ മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. ഗോക്കു ഇത്രയും സമയം ഈ ഫോം യൂസ് ചെയ്തത് തന്നെ വലിയ കാര്യമാണ്. ഈ സമയം മോറോയ്ക്ക് മനസ്സിലാകും, ഗോക്കുവിന്റെ ഈ പുതിയ പവർ കുറെ സമയം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതാണ് പറ്റിയ സമയം എന്ന് പറഞ്ഞ് ഗോക്കുവിന്റെ എനർജി അബ്സോർബ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഗോക്കുവിന്റെ അവസാന എനർജി വെച്ച് അൾട്രാ ഇൻസ്റ്റിക്റ്റിലേക്ക് പോകും. ഗോക്കുവിന് മനസ്സിലാകും മോറോയെ ഡിഫീറ്റ് ചെയ്യുന്നത് എളുപ്പമല്ല. ഈ ഫൈറ്റ് കാണുന്ന വിസ് പറയും, ഗോക്കുവിനേക്കാൾ പവർഫുൾ ഇപ്പോൾ മോറോ ആണ്. ബട്ട് സെയ്യൻസിന്റെ യഥാർത്ഥ ശക്തി അവന്റെ മരണത്തെ കാണുമ്പോഴാണ് അത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇവരുടെ ഫൈറ്റ് വെജീറ്റ സെൻസ് ചെയ്യുന്നു. കൂടാതെ വെജീറ്റ പുതിയൊരു ടെക്നിക്ക് പഠിച്ച് അത് മാസ്റ്റേർഡ് ചെയ്തിട്ടുണ്ടാകും. ഈ സമയം പ്യാബ്രയോട് എർത്തിലേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറയും. പ്യാബ്ര പറയും, യാഡിയൻസ് ഒരിക്കലും അവരുടെ പ്ലാനറ്റ് വിട്ട് മറ്റൊരു പ്ലാനറ്റിലേക്ക് പോകാറില്ല. അങ്ങനെ ഒരു റൂൾ ഉണ്ടെന്ന് പറയുന്നു. വെജീറ്റ പറയും, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ പഠിപ്പിച്ചു തരാൻ പറയും. ഇതേ സമയം ഗോക്കുവും മോറോയും ഫൈറ്റിൽ ഗോക്കു പിന്നെയും ബേസ് ഫോമിലോട്ട് പോകും. ഗോക്കുവിന്റെ എനർജി മുഴുവനായും ഡ്രെയിൻ ആകും. ഈ സമയം ഗോക്കുവിന്റെ ലൈഫ് എനർജി അബ്സോർബ് ചെയ്യാൻ നേരം ആൻഡ്രോയിഡ് 17 ആൻഡ് 80 ഗോക്കുവിനെ രക്ഷിക്കും. ഈ സമയം വെജീറ്റ ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ലൈറ്റായി പഠിക്കും. മാസ്റ്റേർഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് എർത്തിലേക്ക് പോകാൻ വേണ്ടി മാത്രം. അങ്ങനെ വെജീറ്റ എർത്തിലെത്തിയ ഉടൻ തന്നെ ആൻഡ്രോയിഡ്സിനോട് ഇനി ഞാൻ മോറോയുമായി ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് സൂപ്പർ സിയൻ ബ്ലൂ ഫോമിലേക്ക് മാറി മോറോയുമായി ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ ഫൈറ്റ് കാണുന്ന എല്ലാവരും ഷോക്കാകുന്നു. കാരണം ഫൈറ്റിൽ വെജീറ്റയുടെ ഓരോ പഞ്ചിലും മോറോ വീക്കായി വരും. ഇപ്പോൾ വെജീറ്റ പറയും, ഈ ടെക്നിക്കാണ് ഫോർസ്ഡ് സ്പിരിറ്റ് ഫിഷൻ. ഈ ടെക്നിക്ക് കമ്പൈൻ ആയിട്ടുള്ള എനർജിയെ സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ വെജീറ്റയുടെ ഓരോ അടിയിലും മോറോയുടെ ലൈഫ് എനർജി ബോഡിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വെജീറ്റ ഒരു ബോൾ പോലെയാക്കും. അങ്ങനെ വെജീറ്റ ഈ എനർജി മോറോ എവിടെ നിന്നൊക്കെയാണോ അബ്സോർബ് ചെയ്തത്, ഏത് പ്ലാനറ്റിൽ നിന്നാണോ ആ എനർജി മുഴുവൻ അവിടെ തന്നെ തിരിച്ചെത്തും. അങ്ങനെ ഈ ഫൈറ്റിൽ മോറോയുടെ പവർ മുഴുവനായും ഡ്രെയിനായി. വെജീറ്റ ജാക്കോവിനോട് ചോദിക്കും, നിങ്ങൾക്ക് മോറോയെ ജീവനോടെ വേണോ? ജാക്കോ പറയും, ഇതുവരെ ആരെയും മോറോയെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അവനെ പ്രിസണറിൽ അടച്ചുവെച്ചത്. വെജീറ്റ മോറോയോട് പറയും, ഞാൻ കാക്കറോട്ട് പോലെയല്ല, ഞാൻ നിന്നെ കൊല്ലും. എന്തായാലും നീ നരകത്തിലേക്ക് പോവുകയുള്ളൂ. മോറോ ചോദിക്കും, നിനക്ക് നരകത്തെപ്പറ്റി പേടിയില്ലേ? വെജീറ്റ പറയും, ഞാൻ ഓൾറെഡി വില്ലനാണ്, മരിച്ചാൽ എന്തായാലും നരകത്തിലേക്കേ പോവുകയുള്ളൂ. അങ്ങനെ വെജീറ്റ മോറോയെ കൊല്ലാൻ പോകുമ്പോഴേക്കും മോറോ ചിരിച്ചുകൊണ്ട് പറയും, എന്റെ എനർജി ഇല്ലെങ്കിലും മാജിക് പവർ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് മോറോ പ്ലാനറ്റ് കൺട്രോൾ ചെയ്യുന്ന പവർ ഉപയോഗിച്ച് വെജീറ്റയെ ഡിസ്ട്രാക്ട് ചെയ്ത് സ്പേസ്ഷിപ്പിലേക്ക് പോകും. സ്പേസ്ഷിപ്പിൽ എത്തിയ ഉടൻ തന്നെ 7-3യെ അബ്സോർബ് ചെയ്യുന്നു. ഇത് കാണുന്ന എല്ലാവരും ഷോക്കാകുന്നു. ഇതിനു കാരണം മോറോ 7-3യെ ഒരു ബാക്കപ്പിന് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അബ്സോർബ് ചെയ്തതോടെ പഴയ പവേഴ്സ് തിരിച്ചു കിട്ടുകയും പുതിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറ്റും. ഗോക്കു ഇത് കണ്ട് ഷോക്കാകും. മോറോ ഫൈറ്റിന് മുൻപ് എത്ര പവർഫുൾ ആയിരുന്നോ ഇപ്പോൾ അതുപോലെയായി. ഇത് കണ്ട് വെജീറ്റ മോറോയുമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷേ വെജീറ്റ കണ്ടിന്യൂസ് ആയി സൂപ്പർ സൈൻ ബ്ലൂ ഫോമിലായതുകൊണ്ട് എനർജി കുറെ ഡ്രെയിൻ ആയിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പം മോറോയ്ക്ക് 7-3 ആരെയൊക്കെ അബ്സോർബ് ചെയ്തോ അവരുടെ പവറും 7-3യുടെ പവറും എല്ലാം മോറോയ്ക്കുണ്ട്. അങ്ങനെ ഫൈറ്റിൽ മോറോ വെജീറ്റയുടെ കഴുത്തിന് പിടിച്ച് പവർ കോപ്പി ചെയ്യുന്നു. മോറോ പറയും, എനിക്ക് എത്ര സമയം വേണമെങ്കിലും ഈ പവർ കോപ്പി ചെയ്ത് വലിക്കാൻ കഴിയും, ലിമിറ്റേ ഇല്ല ഇതിന്. അങ്ങനെ ഫൈറ്റിൽ വെജീറ്റ ഡിഫീറ്റ് ആകും. പിക്കലോ പറയും, ഇപ്പോൾ ഗോക്കു വെജീറ്റ രണ്ടുപേരും ഫ്യൂഷൻ ചെയ്താലും മോറോയ്ക്ക് സിമ്പിളായി ഡിഫീറ്റ് ചെയ്യാൻ അറിയാം, വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഈ സമയം ഫൈറ്റിൽ എല്ലാവരും ഡാമേജ് ആയതുകൊണ്ട് ഡെന്റെ കാമിയുടെ സ്ഥലത്ത് നിന്നും ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകും.